മാജിക്കോ ഭാഗ്യമോ അടിസ്ഥാനമാക്കിയിട്ടുള്ളതെന്നല്ല. നമ്മുടെ സ്മാർട്ട് വർക്കും നമ്മുടെ ഡിസിപ്ലിനെയും അടിസ്ഥാനമാക്കിയ ഒരു സാധനമാണ് വിജയം. പക്ഷേ ഈ വിജയം നേടാനുള്ള ഈ ഡിസിപ്ലിൻ, അതിനെക്കുറിച്ച് രഹസ്യം പറയട്ടെ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഈ ഡിസിപ്ലിൻ പരിശീലിക്കാനുള്ള ആദ്യ അവസരം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കാതലായ മാറ്റം എപ്പോഴാണ് വന്നതെന്ന് പറയട്ടെ. ഞാൻ എൻ്റെ പ്രഭാതങ്ങളെ, എൻ്റെ രാവിലെകളെ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊറോണ എന്നൊരു പ്രതിഭാസം വന്നു. ആ സമയത്ത് പ്രഭാതങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിരുന്നു, അല്ലേ? എഴുന്നേറ്റിട്ട് എന്തിനാണ്? പബ്ലിക് ഇൻട്രാക്ഷൻ ഇല്ല, ജോലിയില്ല, ബിസിനസ്സില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, ഇറങ്ങിയാൽ കേസ്, വീട്ടിലിരുന്ന് TV കാണുക, അല്ലെ? അതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാന പരിപാടികൾ. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഒരുപാട് ഓടിയല്ലോ, ഒരു ബോണസ് പോലെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയല്ലോ. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്തതെല്ലാം നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ബ്രെയിനും ഒക്കെയാണ് നമ്മുടെ പ്രധാന റിസോഴ്സ് എങ്കിൽ അതിനെ എങ്ങനെ ഷാർപ്പാക്കാം. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ തീരുമാനിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രചോദനമൊന്നുമില്ല, കാരണം ഈ മോട്ടിവേഷൻ എന്നൊരു സാധനമുണ്ട്. ഞാൻ ഇന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലൊന്ന് മോട്ടിവേഷൻ മണ്ണാങ്കട്ടയാണെന്നാണ്. പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ നമുക്കില്ലെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുകയില്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമ്മുടെ തലയിൽ ഉദിച്ചു വന്ന ആശയമാണ്, എന്നെപ്പോലെ തന്നെ പ്രൊഡക്റ്റീവ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കുക. ആ ക്ലബിനൊരു പർപ്പസ് ഉണ്ടാവണം. അപ്പോൾ എന്താ പർപ്പസ്? ലോകം മുഴുവൻ അപ്പോൾ ചർച്ച ചെയ്യുന്നത് ദുഃഖമാണ്. കൊറോണയെ സംബന്ധിച്ച ദുരിതങ്ങൾ, മരണങ്ങൾ, ആൾക്കാർ പേടിക്കുന്നു, പാനിക്ഡാണ്. എന്നാൽ പിന്നെ സന്തോഷമായിക്കോട്ടെ. അങ്ങനെ ഹാപ്പിനെസ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചു. അതൊരു